തന്നെ. അപ്പോൾ ഭഗവാൻ എന്തിനാണ് എപ്പോഴും ഇതെല്ലാം ഞാനാണെന്ന് പറയുന്നത്? നമുക്ക് ഭഗവാൻ തന്നെ പറഞ്ഞു തരികയാണ്. കാരണം ജീവാത്മാവ് എങ്ങനെയെങ്കിലും ഇത് അറിഞ്ഞിട്ട് ആധ്യാത്മിക ജ്ഞാനം നേടിയിട്ട് തിരിച്ചെത്തട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ഇതൊക്കെ പറയുന്നത്. എന്നിട്ട് ഭഗവാൻ പറയുകയാണ്, ജീവികളിലെ ദഹനരസവും ഞാൻ തന്നെ. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഫുഡ് ചെന്നിട്ട് നമ്മൾ ആഹാരം ചെന്നിട്ട് ദഹിക്കാൻ വേണ്ടിയിട്ട് HCl വേണം, അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണം. ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വയറ്റിൽ നിന്ന് സെക്രീഷൻ വരുമ്പോഴാണ് നമ്മൾ കഴിക്കുന്ന ആഹാരമെല്ലാം ദഹിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയാണ്, ജീവികളിലെ ദഹനരസവും ഞാൻ തന്നെ, ജീവികളിലെ ഓർമ്മശക്തിയും ഞാൻ തന്നെ, മറവിയും ഞാൻ തന്നെ. അപ്പം എന്തുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് മറവിയും ഞാൻ തന്നെ എന്ന് പറയുന്നത്? മറവി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? നമ്മൾ കാര്യങ്ങൾ മറക്കുന്നതൊന്നും നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. നമ്മൾ മറന്നു പോകുന്നത്, മറവി ഉണ്ടാവുക എന്ന് പറയുന്നത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ഓർമ്മശക്തിയും ഞാൻ തന്നെ, മറവിയും ഞാൻ തന്നെ. അപ്പോൾ മറവി എന്ന് പറയുന്നത് ഭഗവാൻ അല്ല എന്നുണ്ടായിരുന്നെങ്കിൽ, അതായത് നമ്മൾക്കിപ്പം, അതായത് 10 വർഷം മുമ്പ് നമ്മളുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവോ നമുക്ക് വളരെ